ഇത് വിദേശത്ത് സെറ്റിലായ ഒരു മലയാളിയുടെ 3 വർഷം മാത്രം പഴക്കമുള്ള വീട്. പക്ഷെ 3 വർഷം എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിച്ചില്ല, കാരണം അവർ വെളിയിൽ സെറ്റിലാണ്. ജസ്റ്റ് താമസിച്ചിട്ടേ ഉള്ളൂ ഇതിൻ്റെ അത്. എന്താ നല്ല സെറ്റപ്പ് ഒരു വീടാണ്. 2550 സ്ക്വയർ ഫീറ്റ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള പുത്തൻ വീട്. ഇതിൻ്റെ അകത്തോട്ട് കയറി കാണാം, ഒരു പോറൽ പോലും ഇല്ല, അത്ര പുത്തനാണ്. കാരണം ഉപയോഗിച്ചിട്ടില്ല, അത് കാരണം ഇതിങ്ങനെ അത്രയും ഭംഗിയായിട്ട് ഇരിക്കണം. അപ്പം എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കുക. കണ്ടോ, മുറ്റത്തേക്ക് ഇഷ്ടം പോലെ സ്ഥലവും കാര്യങ്ങളും ചെടിയൊക്കെ ഉണ്ട്. എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുക. ബാക്കിലും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, കിണർ കാര്യങ്ങളെല്ലാം ബാക്കിലുണ്ട്. അങ്ങനെ എല്ലാ സെറ്റപ്പുള്ളൊരു വീടാണ്, അതും പകുതി വിലക്ക്. അപ്പം എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കുക. ലൈക്ക് അടിച്ച ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്, എല്ലാവരും ലൈക്ക് അടിക്കണേ. നിങ്ങൾ വീടിൻ്റെ അകത്തോട്ട് നോക്കിക്കോട്ടെ, എന്താ ഒരു സെറ്റപ്പ് എന്നറിയോ. ഉണ്ടാ ഫുൾ ഫർണിച്ചറുടെ കൊണ്ട ഇത് കണ്ട, എല്ലാ ഐറ്റംസും ഉണ്ട്. ഫർണിച്ചറൊക്കെ മൂടിയിട്ടേക്കണ്ട, പൊടിയൊന്നും ആണ്ടിരിക്കേ. വേണ്ട സീലിംഗ് വർക്കും ലൈറ്റും കാര്യങ്ങളും എല്ലാം. ഇതൊക്കെ ഇപ്പോഴല്ല, വൈകുന്നേരമാണ് കാണണ്ട. വൈകുന്നേരമാണ് അതിൻ്റെ ലൈറ്റിൻ്റെ ആ ഒരു ആംബിയൻസ് ഒക്കെ വന്നത് തന്നെ. ഇത് കണ്ട കബോർഡ് എല്ലാവരും നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്യണത്. ഇവിടെ തന്നെ ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെല്ലാം 1 by 1 ആയിട്ട് കാണിച്ചത്. ഈ വീടൊന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ലൊക്കേഷൻ. ഇത് കണ്ട ഡൈനിങ് ഏരിയയുടെയൊക്കെ ലെങ്ത് കണ്ട, അക്വേറിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. കണ്ട ഇത്രയും ലെങ്തി കിടക്കുന്ന വീട്. തൊട്ടിപ്പുറത്ത് നിങ്ങളെ വാഷ് കൗണ്ടർ ഏരിയ ഒക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങളെ. കാരണം സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കബോർഡും കാര്യങ്ങളും അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കിച്ചൺ, ഇവിടെ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. നല്ല വെൽ മെയിൻറ്റെയ്ൻഡ് ആയിട്ടുള്ള വീടാണ്, നല്ല സൂപ്പർ ഒരു വീട് തന്നെ പറയാം. എന്താ ഒരു സെറ്റപ്പ് നോക്കി. കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതേക്കണ അവർ അതേ കൂട്ട് അത്ര ക്വാളിറ്റി പണിതൊരു വീടാണ്. കണ്ട ഇത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചണാണ്. ഇവിടെ റഫ്യൂസ് കാര്യങ്ങളെല്ലാം അതിൻ്റെയൊക്കെ സെക്കൻഡ് കിച്ചൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കി. നല്ല വലിപ്പത്തിലാണ് എല്ലാ കാര്യവും സെറ്റ് ചെയ്തേക്കണം. അതേ കൂട്ട് തന്നെ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്താ ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ടേബിളും ഒന്നിനും ഒരു സൗകര്യക്കുറവില്ലെന്നുള്ളതാണ്. എല്ലാം ഫുൾ സെറ്റപ്പിലാണ് ഇത് ചെയ്തേക്കണം. ഇത് കണ്ട ഇവിടെ നിങ്ങൾക്ക് ബാക്കി സ്ഥലമുണ്ട്. ഈ മതെല്ലാം അപ്പുറത്തോട്ടും നിങ്ങളുടെ സ്ഥലം തന്നെ ഉണ്ടോ. അപ്പുറത്താണ് കിണറും കാര്യങ്ങളൊക്കെ. അവിടെ ഒരു സർവൻറ്റിന് ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നത്. കിണർ ഇതൊക്കെ നമ്മളുടെ സ്ഥലം തന്നെയാണ്. ഇത് അങ്ങാടെ ഉണ്ട് കണ്ട, ആ മതിൽ വരെ ഉണ്ട്. അങ്ങടെ അറ്റത്തോട്ട് ഞാൻ കാണിച്ചു തരണ്ട, അറ്റത്തൊരു മതിൽ കണ്ട, ആ മതിൽ വരെ ഉണ്ട്. കണ്ടതേ സർവൻറ്റിനുള്ള ടോയ്ലറ്റും കാര്യങ്ങളും പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള സെറ്റപ്പ് മുഴുവനും ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോർ കാണണം. ഇതാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ ഒക്കെ സെറ്റപ്പ് നോക്കി. എന്താ വലിപ്പവും ഗ്രാൻഡ് നോക്കി. നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കണം ഒരു വാഷ് കൗണ്ടർ ഏരിയ. ഇനി നിങ്ങളുടെ ബെഡ്റൂം കാണാം. ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കിക്കോളൂട്ടാ. ഒന്നും ഇടിങ്ങിയ സെറ്റപ്പ് ഒന്നുമില്ല. 2550 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. ഇതുണ്ട്, അതും ബസ് റൂട്ട് സൈഡാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ, ഇതിൻ്റെ ഫ്രണ്ടിലൊരു വീടുണ്ട്. അത് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പാണ്. എപ്പോഴും ബസ്സുള്ളത്. 10 മിനിറ്റ് ഗ്യാപ്പ് ബസ്സുള്ളതാണ് ഏരിയ. കാരണം ഇതിൻ്റെ ലൊക്കേഷൻ വന്നത് കോട്ടയം പൂവന്തുരത്ത് പ്ലാമൂട് ജംഗ്ഷനിലാണ് ഈ വീട്. അതായത് ആ ജംഗ്ഷനിൽ തന്നെയുള്ള വീടാണ്. എങ്ങും പോകുകയൊന്നും വേണ്ട. കാരണം ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ നോക്കിയാൽ കാണാം. കാരണം വീട്ടിലോട്ട് ഒരു 50 മിനിറ്റ് ഉള്ളൂ ഒരു വീട്. ആ വീട് കഴിഞ്ഞ് 2ാമത്തെ വീടാണിത്. ഇത് 2ാമത്തെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നോക്കി. എല്ലാവരും വേണ്ട, എല്ലാം എസിയും കാര്യങ്ങളും പറയണ്ടല്ലോ. ഇപ്പോൾ എസിയും കാര്യങ്ങളില്ലാത്ത വീടുണ്ടാവില്ല. അതിൻ്റെ ബാത്റൂമൊക്കെ ഒന്നും അധികം ഉപയോഗിച്ചിട്ടും കൂടി ഇല്ല. ഇപ്പോഴും ആ ഒരു ലക്ഷറി സെറ്റപ്പിൽ തന്നെ കിടക്കണേണ്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ സെറ്റപ്പിന്. നമുക്ക് പിന്നെ മുകളിലത്തെ നില കാണുന്നുണ്ട്. മുകളിൽ വേണ്ട ഒരുപാട് സൗകര്യങ്ങളൊക്കെ എല്ലാം ഞാൻ 1 by 1 ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കാരണം കാണാനുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ സ്വന്തം ആവശ്യത്തിന് പണിതേക്കണേ. ഇതിന് ക്വാളിറ്റി വേണ്ടി നമ്മൾ വാങ്ങിച്ച് നമുക്ക് നഷ്ടവുമില്ല. കാരണം എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഇട്ട് പണിതേക്കണ വീടാണിത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ വീടിന് ഇത് 12.5 സെന്റ് സ്ഥലവും 2550 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിക്കണ വില 1.25 കോടി രൂപയുണ്ട. നെഗോഷ്യബിളാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, പൂവന്തൂരത്ത് പ്ലാമൂട് ജംഗ്ഷനിൽ തന്നെയാണ്, മെയിൻ റോഡ് സൈഡ് തന്നെയാണ് വീട്. അപ്പോൾ അതിൻ്റേതായ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓണറോട് നേരിട്ട് സംസാരിച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് അതിലുണ്ടാവും എന്തായാലും. ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ലാസ്റ്റ് നമ്പർ കൊടുത്തേക്കാം ഡിസ്പ്ലേയിൽ. ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക, വരാ, കാണാം, ഇഷ്ടപ്പെട്ട വാങ്ങാം. കാരണം എല്ലാ സെറ്റപ്പും ഉണ്ട് ഉണ്ടാവും. ഇതൊന്നും ചെയ്യാനില്ല, അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളതിന്. ഞാൻ നിങ്ങൾ 4ാമത്തെ ബെഡ്റൂമായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ്. നമുക്ക് ഒന്നും ചെയ്യാനില്ല, വരാ കയറി താമസിക്കുക. അത്രയും സെറ്റപ്പിൽ കിടക്കുന്ന വീടാണ്. എന്താ ഒരു ഭംഗി നോക്കി. ഇത് 4ാമത്തെ അല്ല, അത് 3ാമത്തെ ഇരുന്നതാണ്. 4ാമത്തെ മുകളിലത്തെ അല്ലെങ്കിൽ 2 ബെഡ്റൂമാണ് വേണ്ട. ഇതും അറ്റാച്ച്ഡാണ്. എല്ലാ റൂമും വലിയ റൂമുമാണ്, എല്ലാം അറ്റാച്ച്ഡുമാണ്. ഒന്നിനും പുറത്തു പോകണ്ടെന്നുള്ളതാണ്. എല്ലാ സെറ്റപ്പും വീടിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്നുള്ളത്. അത്രയും ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന വീട്. കോട്ടയം ടൗണിനടുത്ത് വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നേരെ ഈ വീട് വാങ്ങാം. കാരണം എല്ലാ സെറ്റപ്പും ഞാൻ ഇപ്പോൾ കാണിച്ചു തരട്ടെ, ജംഗ്ഷൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിയുമ്പോഴേക്കും ഇത് വണ്ടി പോകണമൊക്കെ കാണാം. നേരെ നോക്കണം, വണ്ടി പോയതുണ്ട, അതാണ് റോഡ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ അതായത് ഒരു 50 മീറ്റർ പോലും ഇല്ല, അത്രയും സെറ്റപ്പിലാണ് ഈ വീടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കിലൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്. അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഏരിയ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു അഴയും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ. ഈ വീടിൻ്റെ ഇൻറ്റീരിയലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം എല്ലാ ഫർണിച്ചറും നിങ്ങൾ കണ്ടില്ലേ, എല്ലാ ഫർണിച്ചറും എല്ലാ കാര്യങ്ങളും ഇപ്പോഴും കണ്ടില്ലേ, പുത്തം പോലെ തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ കേരളത്തിലെ എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ കേരളയാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ചാനലിൽ എന്തായാലും വീഡിയോ വരും, ഇന്നല്ലെങ്കിൽ നാളെ. കാരണം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കണുണ്ട്. കാരണം ഞാനല്ലെങ്കിൽ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല. കാരണം ഒരു വീഡിയോ ഇട്ട് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കണം, ഓളെന്ന ഓപ്ഷൻ. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വില കുറഞ്ഞ വീഡിയോ ചെയ്താലും വില കൂടി ചെയ്താലും അപ്പം നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ നിങ്ങളുടെ ഏരിയയിൽ വരുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. വീട് കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വില കൊണ്ട് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനെ എനേബിൾ ചെയ്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ കാണാണ്ട് പോകരുത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തൊക്കെ. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.